ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാത്സ് പാർട്ട് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 2. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 3. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. 3. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ 1, 2, 4. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. 4. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 2, 3. USA 16ാമത് പ്രസിഡന്റായിരുന്നു അബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. 5. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. 6. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി 1, 3, 4. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. 7. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 2, 3. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. 8. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം. 9. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ, ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. 10. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി കേരളം. 11. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്? ആൻസർ ഓപ്ഷൻ എ പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. 12. ധാരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി കുത്തനെയുള്ള ചരിവ്. 13. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ധനനയം. 14. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. 15. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്.
16 നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ. 17 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 1970 കാലയളവിലാണ്. 18 2025-2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ 100. 19 ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. 20 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. 21 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 22 ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി. 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. 23 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി അയിത്താചാര നിർമ്മാർജ്ജനം. 24 താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാക്കുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. 25 താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി വനം. 26 ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രം. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 27 ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. 28 കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി വിദ്യാ സമുന്നതി. 29 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 30 ഇന്ത്യയിൽ നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്.
ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 31. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, യോദ്ധാവ്. 32. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, സീറോഫ്താൽമിയ. 33. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, റെഡ് റിബൺ ക്ലബ്ബ്. 34. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, 1, 2 ശരിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകൾ ഉണ്ട്. 35. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, വനസംരക്ഷണം. 36. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോന ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, റൈസിംഗ് സ്റ്റാർ കേവ്. 37. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുനിത വില്യംസ്. 38. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി f1ഉം മൈക്രോവേവിന്റെ ആവൃത്തി f2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി f3ഉം ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, f3 ഗ്രേറ്റർ ദാൻ f1 ഗ്രേറ്റർ ദാൻ f2. 39. ഒരു പ്രോജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. g = 10 m/s². ആൻസർ ഓപ്ഷൻ ബി, 5 മീറ്റർ. 40. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ g സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 41. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, SDX-01 ആൻഡ് SDX-02. 42. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഫെർമിയം. 43. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, only 1 and 2. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. 44. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി, ഗേ-ലുസാക്ക് നിയമം. 45. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ എ, എസ്. 46. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശക്തൻ തമ്പുരാൻ. 47. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, സുഖ്ജിത് സിംഗ്. 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ബി 1, 2. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. 49. ഇരയിമ്പൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2. കീചകവധം, ഉത്തരാസ്വയംവരം. 50. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ആൻസർ ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്. 61. Identify the segment of the sentence that contains a grammatical error. It actually does take place and the water on this area is forbidden. Answer option C. And the water on this area. 62. Select the most appropriate antonym of the word indefatigable. Answer option A. Indolent. 63. Rearrange the parts of the sentence in correct order due to dash. Answer option D. RPSQ. Due to the lack of an adequate warming system, the tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu. 64. Select the correct indirect form of the given sentence. John said to Tina, where were you going? Answer option B. John asked Tina where she had been going. 65. Choose the correct spelling from the options below. Answer option C. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ്. 66. If she had taken the medicine, she dashed better. Answer option B. Would have felt. 67. Every school and college dash a library. The students along with their friends dash the library. Answer option C. Has visit. 68. His wife can't dash his terrible behavior anymore. Answer option D. Put up with. 69. Find out the compound word. Answer option D. All of these. 70. Have the whip hand means. Answer option B. To be in a position to control. 71. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ആൻസർ ഓപ്ഷൻ ഡി സൗമിത്രി. 72. പര്യായപദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായപദം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ചൂതം. 73. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തീ. 74. വിപരീത പദം എഴുതുക. ഗൗരവം അതിന്റെ വിപരീത പദം ഡി ആണ്, ലാഘവം. 75. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. 76. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ എ കേൾ അധികം തു. 77. കണ്ണട ചുരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. 78. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ആൻസർ ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. 79. തന്നിരിക്കുന്നവയിൽ ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ആൻസർ ഓപ്ഷൻ ഡി ഘാതകൻ. 80. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ആൻസർ ഓപ്ഷൻ എ ഓടി. 81. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3.
ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. 82. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഏത് തടവുകാരനും പരോൾ ലഭിക്കും. 83. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. വെൽഫെയർ ഓഫീസർ. 84. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും അഥവാ നിർവഹണം ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. പോലീസ് DGP. 85. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. 1ഉം 3ഉം മാത്രം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. 86. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. 87. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. 88. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ആൻസർ ഓപ്ഷൻ സി. 1 വർഷം. 89. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി. IG. 90. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടെന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി. നിയമമന്ത്രി. 91. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ആൻസർ ഓപ്ഷൻ സി. 48 മണിക്കൂർ. 92. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. 1, 2. 5 വർഷം കാലാവധി. 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല. 93. വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ആൻസർ ഓപ്ഷൻ എ. 19. 94. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ആൻസർ ഓപ്ഷൻ സി. 25,000. 95. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി. 1, 2, 3. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. 96. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ആൻസർ ഓപ്ഷൻ സി. ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. 97. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? ആൻസർ ഓപ്ഷൻ സി.
സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. 98. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരം. 99. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, 2, 3 മാത്രം ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. 100. ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഇത്രയേ ഉള്ളൂ.